കൊല്ലം മുട്ടയ്ക്കാവിൽ 3 പേർ വെള്ളക്കെട്ടിൽ മുങ്ങി മരിച്ചു. തിരുവനന്തപുരം പോത്തൻകോട് സ്വദേശി സബീർ, ഭാര്യ സുമയ്യ, ഇവരുടെ ബന്ധു സജീന എന്നിവരാണ് മരിച്ചത്. സജീന കുളിക്കാനിറങ്ങിയപ്പോൾ മുങ്ങി താഴുകയായിരുന്നു. സജീനയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിനിടയിലാണ് സബീറും സുമയ്യയും മരിച്ചത്. വിവരങ്ങളുമായി പ്രജിത് മോഹൻ ചേരുകയാണ്. പ്രജിത്ത്, വിവരങ്ങൾ. കണ്ണനല്ലൂർ മുട്ടയ്ക്കാവിലാണ് ഇങ്ങനെ 3 പേർ വെള്ളക്കെട്ടിൽ മുങ്ങി മരിച്ചതായിട്ടുള്ള വാർത്ത പുറത്തു വരുന്നത്. ഇത്തിക്കരയാറിന്റെ ഭാഗമായുള്ള പ്രദേശത്തെ ചെളിയെടുത്ത കുഴികളിൽ അവിടെ വെള്ളം കെട്ടി നിന്നിരുന്നു. അപ്പോൾ ആ വെള്ളക്കെട്ടിൽ കുളിക്കാൻ ഇറങ്ങിയവരാണ് അപകടത്തിൽപ്പെട്ടത്. തിരുവനന്തപുരം പോത്തൻകോട് സ്വദേശി സബീർ, ഭാര്യ സുമയ്യ, ഇവരുടെ ബന്ധുവായ സജീന എന്നിവരാണ് മരിച്ചത്. ഈ സജീന എന്ന് പറയുന്ന യുവതി കുളിക്കാൻ ഇറങ്ങിയപ്പോൾ അവർ മുങ്ങി താഴുകയായിരുന്നു. സജീനയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിനിടെയാണ് സബീറും സുമയ്യയും മരിച്ചത്. ഈ സജീന മരിച്ച സബീറിന്റെ സഹോദരിയാണെന്ന് പറയുന്നുണ്ട്. അക്കാര്യത്തിൽ വ്യക്തത നമുക്ക് ഇപ്പോൾ ലഭ്യമല്ല. ഒരാഴ്ച മുൻപാണ് ഈ സബീറും കുടുംബവും വാടകയ്ക്ക് താമസിക്കാൻ കൊല്ലം കണ്ണനല്ലൂർ മുട്ടയ്ക്കാവിലെത്തിയത്. അതുകൊണ്ട് തന്നെ ഇവർ ആരാണ്, ഇവരെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങളൊന്നും ആ നാട്ടുകാർക്ക് വലിയ വ്യക്തതയില്ല. പ്രത്യേകിച്ച് വൈകുന്നേരം 6:30-7 മണിയോടെയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നതുകൊണ്ട് മരിച്ചവരെ പറ്റിയുള്ള വിവരങ്ങളൊക്കെ ലഭ്യമാകാൻ പോലീസിനും വലിയ ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുന്നു. കാരണം നാട്ടുകാർക്ക് ഇവരെ പറ്റിയുള്ള യാതൊരു വിവരങ്ങളും ആദ്യഘട്ടത്തിൽ ലഭ്യമായിരുന്നില്ല. പിന്നീട് തുടർന്നുള്ള അന്വേഷണങ്ങൾക്കൊടുവിലാണ് ഈ മരിച്ചത് 3 പേരും പോത്തൻകോട് സ്വദേശികളാണ് എന്നുള്ള ഒരു വ്യക്തതയിലേക്ക് വന്നത്. മറ്റ് വിവരങ്ങൾ ഇപ്പോഴും ലഭ്യമായിട്ടില്ല. എന്തായാലും ഇവരുടെ ബന്ധുക്കളുമായിട്ടുള്ള ബന്ധപ്പെടാൻ പോലീസ് ശ്രമം തുടരുകയാണ്. പോലീസിന്റെ ഭാഗത്തുനിന്ന് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടോ? അവർ പ്രതികരിക്കാൻ തയ്യാറായിട്ടുണ്ടോ? നിലവിൽ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഇവർ ഒരാഴ്ച മുൻപ് മാത്രമാണ് ഈ സബീറും കുടുംബവും വാടകയ്ക്ക് താമസിക്കാൻ മുട്ടയ്ക്കാവിലെത്തിയത്. അപ്പോൾ ഇവരെ പറ്റിയുള്ള വിവരങ്ങൾ നാട്ടുകാരിൽ നിന്ന് ശേഖരിക്കാൻ പോലീസിന് പ്രതിസന്ധി നേരിടുന്നുണ്ട്. അതുകൊണ്ട് ഈ മരിച്ചവർ പോത്തൻകോട് സ്വദേശികളാണെന്ന് മനസ്സിലാക്കുന്നു. അതിനപ്പുറത്തേക്ക് ഇവരുടെ ബന്ധുക്കളുമായി ബന്ധപ്പെടാൻ പോലീസ് ശ്രമം നടത്തിയിട്ടുണ്ട്. അത്തരത്തിൽ പ്രാഥമികമായ വിവരങ്ങൾ മാത്രമാണ് ഇപ്പോഴും പോലീസിന് ലഭ്യമായത്. വ്യക്തമാണ്. കൊല്ലത്ത് നിന്ന് പ്രജിത് മോഹനനാണ് വിവരങ്ങളുമായി ചേർന്നത്.